നമസ്കാരം. ഇന്ന് ഏകാദശിയാണ്, പരമ ഏകാദശിയാണ്. സാധിക്കുന്ന എല്ലാവരും ഏകാദശിയൊക്കെ നോറ്റിട്ടുണ്ടെന്ന് കരുതുന്നു. ഓരോ ഏകാദശിക്കും ഓരോ മഹാത്മ്യ കഥകളുണ്ടല്ലോ. അപ്പം ഇന്ന് പരമ ഏകാദശിയുടെ മഹാത്മ്യ കഥയാണ് പറയുന്നത് കേട്ടോ. കാമ്പില്യ എന്നുള്ളൊരു നഗരം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പത്നിയും ജീവിച്ചിരുന്നു. സുമേധ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പവിത്ര എന്നാണ് പത്നിയുടെ പേര്. ഇദ്ദേഹമാണെങ്കിൽ വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഇവർക്ക് ദാരിദ്ര്യം വേണ്ടുവോളം ഉണ്ടായിരുന്നു കേട്ടോ. ഭിക്ഷ യാചിച്ചാൽ പോലും അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ പത്നിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ദൂരദേശങ്ങളിൽ എവിടേക്കെങ്കിലും പോയിട്ട് ജോലി നോക്കിയാലോ, അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും, നമുക്കത് ഉപകാരമാകും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു, അങ്ങിപ്പോൾ ദൂരദേശത്തേക്കൊന്നും പോകണ്ട, നമുക്ക് ഒന്നുമില്ലാത്തതിൻ്റെ ആ ഒരു കാരണം, നമ്മൾ ദരിദ്രരായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളായിരിക്കും. ആ പാപങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യമെല്ലാം മാറും എന്ന് ഈ പത്നി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലും, ഇത്രയും ദാരിദ്ര്യമുള്ള സമയത്താണെങ്കിലും ഇവർക്ക് ആതിഥ്യ മര്യാദയൊക്കെ വേണ്ടുവോളം ചെയ്തിരുന്നു. അതായത് ഇല്ലായ്മയിലും ആരെങ്കിലുമൊക്കെ അവരുടെ ഗൃഹത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്നും അവർ സഹായിച്ചിരുന്നു. ഭക്ഷണമൊക്കെ നൽകിയിട്ട് അവർ സന്തോഷപൂർവ്വം പറഞ്ഞയച്ചിരുന്നു. ഇപ്പോൾ ഈ പത്നിയായിരിക്കും ചിലപ്പോൾ വിശന്നിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കുക ഭക്ഷണം കഴിക്കാതെ, എന്നാലും വന്ന ആൾക്ക് അവരത് കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൗണ്ഡിന്യ മഹർഷി ഇവരുടെ ആഗ്രഹത്തിലേക്ക് എത്തി. അപ്പോൾ ഇദ്ദേഹത്തെയും വളരെ ആതിഥ്യ മര്യാദയോട് കൂടി തന്നെ ഇവർ സ്വീകരിച്ചു, ഭക്ഷണമൊക്കെ നൽകി. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹത്തിന് മനസ്സിലായി ഇവർക്ക് ദാരിദ്ര്യം ഉണ്ടെന്നുള്ളത്, എന്നാലും അവർ അത് സന്തോഷിപ്പിച്ചല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് നല്ല സന്തോഷമായി. അപ്പോൾ ഈ പത്നി ചോദിച്ചു, അങ്ങ് വന്നപ്പോൾ എനിക്കെന്തോ സന്തോഷം തോന്നുന്നു, ഞങ്ങളുടെ ദുരിതങ്ങളെല്ലാം ദാരിദ്ര്യമെല്ലാം നീങ്ങും എന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഈ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങാനായിട്ട് ഏതെങ്കിലും വ്രതം ഞങ്ങൾക്കൊന്ന് ഉപദേശിച്ചു തരുമോ എന്നൊൽക്കാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഈ പുരുഷോത്തമ മാസത്തിലെ പരമ ഏകാദശി വ്രതം നോൽക്കാനായിട്ട്. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് പഞ്ചരാത്രമായിട്ട് എടുക്കാനായിട്ട്, അതായത് ഏകാദശി മുതൽ അമാവാസി വരെ 5 ദിവസങ്ങളിലായിട്ട് വ്രതം നോൽക്കാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അതേപോലെ തന്നെ അവർ വ്രതം നോറ്റു. ആ ഒരു വ്രതം നോൽക്കുന്നതിലൂടെ ഭഗവാൻ സംപ്രീതനായിട്ട് അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. കുബേരൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അത് പലയിടത്തും അങ്ങനെയും പറയുന്നുണ്ട്. കുബേരൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സമ്പത്ത് നൽകിയിട്ടല്ലേ അനുഗ്രഹിക്കാം. അങ്ങനെ അവരുടെ ദാരിദ്ര്യമെല്ലാം നീങ്ങിയിട്ട് സമ്പന്നരായി എന്നാണ് പറയണത്. അപ്പോൾ ഇന്ന് ഏകാദശി നോറ്റ് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കാം. ഏകാദശി നോൽക്കാൻ സാധിക്കാത്തവരും എല്ലാവരും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.